ഹലോ, കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന പാർട്ട് 1 വീഡിയോയുടെ പാർട്ട് 2 ആണ് നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊരു പീസ് നമ്മളന്ന് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലത്തേക്ക്, ഒരു യോക്ക് പോർഷൻ. അത് നമ്മളിതാ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണേ. ഇവിടെ സിബ് പിടിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി ഇതിൻ്റെ താഴേക്ക് ഫ്രിൽസ് വരുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത്. ഇതാ ഇതുപോലെ നമുക്ക് 2 പീസുകളായിരുന്നു അന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 44 ഇഞ്ച് വിഡ്ത്ത് വരുന്ന മെറ്റീരിയലായിരുന്നേ. അപ്പോൾ ഒരു സൈഡിലേക്ക് തന്നെ നമ്മൾ ആ ഒരു 44 ഇഞ്ച് വിഡ്ത്ത് വരുന്ന മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ 2 പോർഷനാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ ആ ഒരു പ്ലീറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഒരു തുണിയിലാണ് നമ്മൾ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. അതിങ്ങനെയാണ് പിടിപ്പിച്ചെടുക്കുന്നത് 2 സൈഡിലേക്കും. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക, അപ്പം മനസ്സിലാവുക ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒന്ന് ആ പ്ലീറ്റ്സുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആദ്യം ഒരു സ്റ്റിച്ച് നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സൊക്കെ നമുക്ക് വീഴുന്ന ആവശ്യത്തിൽ നമ്മളൊന്ന് ആദ്യം ഇതുപോലെ തന്നെ ഒന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളൊന്ന് തയ്ച്ചെടുക്കണം. ഇത് നമ്മൾ സാധാരണ നമ്മുടെ പാവാടകൾക്കൊക്കെ നമ്മൾ ചെയ്യത്തില്ല, ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് വയ്ക്കുമല്ലോ, അതുപോലെ ആ സ്ട്രെയിറ്റ് തുണിയിൽ തന്നെ നമ്മൾ ഒരു പ്ലീറ്റ്സ് ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെച്ചേക്കണം. അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഞാനിവിടെ ആ ഒരു പ്ലീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു യോക്കിൻ്റെ പോർഷൻ നമ്മൾ ഈ ഒരു പ്ലീറ്റ്സ് ഇട്ടതിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണവേ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് വേണം നമ്മൾ ആ ഒരു പ്ലീറ്റ്സിന് മുകളിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാൻ. ഒരു തയ്യൽ തുമ്പ് വരുന്ന ഭാഗത്തേക്ക് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് മാറ്റുന്നത്. എന്നിട്ട് ഇതുപോലെ ആ ഒരു പ്ലീറ്റ്സ് ഇട്ട് വെച്ച ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു യോക്ക് പോർഷനും കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്ന് അരികിൽ കൂടി ഒന്ന് തയ്ച്ചെടുക്കണവേ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും, അതിനാണ് ഞാനിത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത്. എന്നിട്ട് ആ കർവൊക്കെ അതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇതിന് പുറത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. പിന്നെ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വലിയ കാണിയിട്ട് വേണം ആ ഒരു സ്റ്റിച്ച് നമ്മൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് പിന്നീട് പൊട്ടിച്ച് കളയാനുള്ള സ്റ്റിച്ചാണ്. അപ്പോൾ അത് കണക്കാക്കി നമ്മൾ ഏറ്റവും വലിയ കാണിയിട്ട് വേണം അവിടെ ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ അയണൊന്നും ചെയ്തിട്ടില്ല ഈ ഒരു പ്ലീറ്റ്സ്, അല്ലാതെയാണ് ഇപ്പോൾ പ്ലീറ്റ്സ് ഇട്ടെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അളവുകളൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഇതിങ്ങനെ നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അപ്പുറത്തെ സൈഡ് തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ അളവുകളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് ഈ പ്ലീറ്റ്സൊക്കെ നല്ല കറക്റ്റായിട്ട് വരത്തില്ല. 2 സൈഡും 2 രീതിയിലിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അളവുകൾ കറക്റ്റ് ആണെന്നൊക്കെ നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 10 ഇഞ്ചാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത്, ആ നെക്ക് പോർഷൻ വരുന്ന ഭാഗത്ത്. അതേപോലെ തന്നെ ഈ സൈഡിൽ നമ്മളൊരു 3 ഇഞ്ചാണ് ഇതുപോലെ ആ ഒരു ഇറക്കി വെച്ച് തയ്ച്ചേക്കുന്നത്. ഇനി നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി ഇട്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ആ യോക്കിൽ നമ്മളിപ്പം ആ അരികിലായിട്ട് കൊടുത്ത സ്റ്റിച്ചിന് തൊട്ട് താഴെയായിട്ട് യോക്കും ഈ താഴേക്കുള്ള ഭാഗവും കൂടെ ജോയിൻ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് നമുക്ക് ആ ഒരു പ്ലീറ്റ്സ് അതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റിച്ച് ഇട്ടെടുക്കണമേ. അത് ഞാൻ ഇച്ചിരി സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെയാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കുന്നത്, ഇങ്ങനെ അരികിലൂടെ. യോക്ക് നമ്മൾ അഴിച്ച് സെപ്പറേറ്റ് മാറ്റിയാലും
ആ പ്ലീറ്റ്സ് നിവർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയൊരു സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് മുമ്പ് നമ്മൾ ആ യോക്കിൽ കൊടുത്ത ആ ഒരു സ്റ്റിച്ച് അങ്ങ് പൊട്ടിച്ച് കളയാവേ. അപ്പോഴേക്ക് നമ്മുടെ യോക്ക് പോർഷനും താഴേക്ക് വരുന്ന പോർഷനും സെപ്പറേറ്റ് 2 പീസായിട്ട് മാറുവേ. ഇനി നമുക്ക് ആ നോർമൽ നമ്മൾ യോക്കും താഴേക്ക് വരുന്ന പോർഷനും പിടിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് ഇട്ട ആ ഒരു സ്റ്റിച്ചിന് മുകളിലൂടെ ഇതുപോലെ ഒന്ന് ആ ഒരു ഷേപ്പിന് പുറത്തുകൂടി ഒന്ന് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ ആ കർവൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആ ഒരു നമ്മൾ അവസാനം കൊടുത്ത സ്റ്റിച്ചിന് മുകളിലായിട്ട് ഈ ഒരു യോക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതാ കണ്ട, അപ്പം നമ്മുടെ ആ ഒരു യോക്കും താഴേക്കുള്ള പോർഷനും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചുകളെല്ലാം ഒന്ന് സെക്യൂർ ആയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം. എന്നിട്ടൊരു പതിച്ച് അടിച്ചുകൂടി എടുക്കണേ. അപ്പോൾ നമ്മുടെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി അതിൻ്റെ സ്റ്റിച്ചിങ്. ഇനി അപ്പുറത്തെ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇനി എക്സസ് വന്ന പോർഷനൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, നമുക്ക് ആ ഒരു കർവ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്ലീറ്റ്സ് ഇടുന്ന സമയത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് വേണേൽ പ്ലീറ്റ്സുകളൊക്കെ ഇട്ടെടുക്കാൻ. നമുക്ക് എങ്കിൽ മാത്രമേ അവിടെ ആ ഒരു ഇൻവിസിബിൾ സിബ് പിടിപ്പിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ തയ്യൽ തുമ്പിനായിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് നീക്കിയിട്ടിട്ട് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കിലത്തേക്കുള്ള ആ ഒരു ഞൊറിവുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണേ. ഇതുപോലെ സെൻറ്ററിലേക്ക് വരുന്ന ആ ഒരു ഭാഗത്തേ ഉള്ളൂ നമ്മൾ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുന്നത്. അത് നോർമലി നമ്മൾ സാധാ കൊടുക്കുന്ന ആ ഒരു പ്ലീറ്റ്സാണ് ഇവിടെ ഇടുന്നത്. തിന്നായിട്ടുള്ള ഞൊറിവുകൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു 44 ഇഞ്ച് വിഡ്ത്ത് വരുന്ന ആ ഒരു മെറ്റീരിയൽ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ചെറുതായിട്ടുള്ള ഞൊറിവുകളാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് പുറകുവശത്തേക്ക്. ഇനി നമ്മൾ ഫ്രണ്ടിലത്തെ ആ 2 പീസുകൾ കൂടി ഇതുപോലെ ഒന്ന് ആ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണേ, കൂട്ടി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മളിവിടെ ആ ഒരു നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്ക് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു സ്റ്റിച്ച് നമ്മൾ ലോങ്ങിലൊന്ന് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ മാർക്കിങ്സുകളൊക്കെ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിന് ഞാൻ സ്വീറ്റ് ഹാർട്ട് മോഡലിലുള്ള ഒരു നെക്കാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു നെക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നെക്ക് കട്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് വലുതാക്കിയോ ചെറുതാക്കിയോ ഒക്കെ വെട്ടിയെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിലാണ് വേണമെന്ന് വെച്ചാൽ ആ രീതിക്കനുസരിച്ച് കുറച്ച് വൈഡാക്കിയൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി വൈഡാക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം സിബ് വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി അടുത്ത് പോകും ഈ കഴുത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ടിട്ടാണ് നമ്മൾ ഈ കഴുത്തൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ ഷേപ്പ് വന്നിട്ടുള്ളത്. നമുക്കിത് ക്യാൻവാസും ഒക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു തുണിയൊക്കെ ഉപയോഗിച്ച് മറിച്ചിട്ടെടുക്കണം. അപ്പോൾ അതാ ക്യാൻവാസ് ഞാൻ ഒട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ താഴേക്കുള്ള ആ ഒരു പ്ലീറ്റ്സുകളെല്ലാം ഞാൻ അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ആ പ്ലീറ്റ്സ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് അയൺ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റീം അയൺ അല്ലാത്തതുകൊണ്ട് അത്രയും നമ്മുടെ സാധാ അയൺ ബോക്സ് വെച്ച് അയൺ ചെയ്യുമ്പോൾ അത്രയും അങ്ങോട്ട് നന്നായിട്ട് വരത്തില്ല. എങ്കിലും കുഴപ്പമില്ലാതെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മുടെ ആ ഒരു പ്ലീറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ നമ്മുടെ ബാക്കിലത്തെ പോർഷൻ നമ്മളൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ തന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ
നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു സ്ലീവ് ഞാൻ ഇതുപോലെ ഒന്ന് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ സ്ലീവിൻ്റെ ചീത്ത വശത്ത് നമ്മൾ ആ ഒരു പടിയുടെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുപോലൊരു തയ്യൽ ആദ്യം ഇട്ടെടുക്കണം. എന്നിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ആ ഒരു സ്ലീവിൻ്റെ റോങ് സൈഡിലേക്ക് വരത്തക്ക രീതിയിൽ നമ്മൾ ഇതുപോലൊരു പതിച്ച് തയ്ച്ചെടുക്കണവേ. അവിടെ നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊന്ന് സ്റ്റിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ആ നിറവ്യത്യാസം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ആ ഒരു പടിയുടെ നല്ല വശമാണ് നമ്മൾ അവിടെ വന്നത്. അത് തിരിച്ച് വയ്ക്കുമ്പോൾ അതാ ഇതുപോലെ നമുക്ക് ആ ഒരു നല്ല വശവും കൂടി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഇത് പുറത്തേക്കാണ് നമ്മൾ ആ ഒരു പടി പിടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ എൻഡ് വശത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലേസ് കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാവേ. അപ്പം ഞാനിവിടെ ഒരു വൈറ്റ് ലേസ് എൻ്റെ കയ്യിൽ ഇരുന്നാണ് പിടിപ്പിച്ചെടുക്കുന്നത്. ആദ്യം എന്താ ഇതുപോലെ ഒന്ന് ആ ഒരു പടിയുടെ എൻഡിലായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട്. ഇനി നമുക്ക് ഇതുപോലെ വെച്ച് ഒന്ന് ആ ലേസിന് പുറത്തുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. അപ്പോൾ അത് നീറ്റായിട്ട് തന്നെ അവിടെ ഇരിക്കും. പിന്നെ അയൺ ചെയ്തുകൂടി കൊടുക്കുമ്പോൾ നമ്മുടെ പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു സ്ലീവ് റെഡിയാവുമേ. ഇതുപോലെ നമ്മളൊന്ന് ഒരു സ്റ്റിച്ചും കൂടി ഇട്ടെടുക്കുമ്പം നമ്മുടെ സ്ലീവ് റെഡിയാവും. അപ്പോൾ ഇതൊരു 3/4 സ്ലീവാണ് വരുന്നത്. നമ്മൾ ഷോൾഡറൊക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്ലീവ് കൂടി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളെപ്പോഴും സെൻറ്ററിൽ നിന്നായിരിക്കണം ഇരുവശത്തേക്കും ആ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാനേ. എങ്കിലും നമ്മുടെ സ്ലീവൊക്കെ കറക്റ്റായിട്ട് തന്നെ വരും. അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്കൊക്കെ തയ്ക്കുമ്പം ആ സ്ലീവ് നടു കറക്റ്റായിട്ട് വരത്തില്ല. അതിനുവേണ്ടിയാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ചിതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് വീണ്ടും അടുത്ത വശത്തേക്ക് തയ്ച്ച് ഇറക്കുവാണ് ചെയ്യേണ്ടത്. നമ്മുടെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിച്ചു തരുന്നത്. ഇതുപോലെ നമുക്ക് 2 സ്ലീവും ഒന്ന് ഈക്വലായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണേ. ഇനി നമുക്ക് അളവുകൾക്കൊക്കെ അനുസരിച്ച് നമ്മുടെ ആ ഒരു സ്ലീവ് പോർഷനും അതുപോലെ താഴേക്ക് വരുന്ന ഷേപ്പും എല്ലാം നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാവേ. അപ്പോൾ ഞാനിതിൽ ആ സിബ്ബൊക്കെ അറ്റാച്ച് ചെയ്ത്, കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിബ്ബ് അറ്റാച്ച് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇതിൽ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇനി നമുക്ക് താഴെ വരെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു ലൂസ് ഫിറ്റിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുപോലെ ആദ്യം ഞാൻ ഇതിൻ്റെ അരികിലുള്ള ആ ഒരു സ്ലിറ്റിൻ്റെ കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നേ. പിന്നീടാണ് ഞാനൊരു സ്ലിറ്റിൻ്റെ കാര്യം ഓർത്തത്. അതുകൊണ്ട് ആദ്യം ഞാനിത് താഴെ ഭാഗത്ത് വരെ അങ്ങ് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനത് അഴിച്ചിട്ടാണ് ആ ഒരു സ്ലിറ്റ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഷേപ്പ് അടിഭാഗത്തത് കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഒരു കർവ് വരുന്ന മോഡലാണല്ലോ സൈഡിലേക്ക് വരുന്നത് താഴ്ഭാഗത്ത്. അത് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് ആ ഒരു കർവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു കർവ് താഴെ ഇട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഫ്രീ ഹാൻഡിലാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് വളച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു സൈഡ് ഭാഗം ഒരുപോലെ ഇട്ടിട്ടാണ് 4 വശത്തിൻ്റെയും കൂടെ ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പം 4 മടക്കിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇതാ ഞാൻ ഡീറ്റെയിൽ കാണിക്കുകയാണ്. ഇങ്ങനെ ഇത് 2 പീസ് വരുന്നതാണ്. ഇങ്ങനെ വരുവേ. ഇനി നമുക്ക് ഈ സൈഡിൽ ഒരു സ്ലിറ്റിൻ്റെ കാര്യം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അത് നമുക്കിനി ഒന്ന് ഇട്ട് കൊടുക്കണമേ. അപ്പോൾ നമ്മൾ അവിടെ ഇട്ട തയ്യലൊന്ന് അഴിക്കണം കുറച്ച് മുകളിലേക്ക്.
പിന്നെ നമ്മൾ അടിഭാഗം പടി വെച്ചിട്ടാണ് മടക്കി തയ്ച്ചെടുക്കുന്നത്. സാധാ രീതിയിൽ നമ്മൾ അകത്തേക്ക് 2 മടക്കിൽ മടക്കി തയ്ക്കുമ്പം അതൊരു ഫിനിഷിങ് കിട്ടത്തില്ല. അതിന് വേണ്ടിയാണ് നമ്മളെപ്പോഴും ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഓരോ പടി വെച്ച് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പടിയുടെ അരികുവശം നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു സൈഡ് സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കണം. ഇനി വീഡിയോയിൽ കാണിക്കുന്ന പോലെ മുകളിലേക്കൊരു 10 ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ആ സ്ലിറ്റ് ഇടാൻ വേണ്ടിയാണ് 10 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇറക്കിയോ കയറ്റിയോ ഒക്കെ ഇടാം. ഞാനിവിടെ ഒരു 10 ഇഞ്ചാണ് കൊടുത്തിരുന്നത്. എന്നിട്ട് ഞാനവിടെ ഇട്ട് വെച്ചിരുന്ന തയ്യൽ ഒന്ന് അഴിച്ചു കൊടുക്കുവാണേ. എന്നിട്ട് നമുക്ക് ആ ഒരു സ്ലിറ്റ് ഒന്ന് നീറ്റായിട്ട് അടിച്ചെടുക്കണം. എന്നിട്ടാണ് അടിയിലെ ആ പടി നമ്മൾ പിടിപ്പിച്ചെടുക്കത്തുള്ളേ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ 10 ഇഞ്ചിന് മുകളിലേക്ക് ഞാൻ അഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 10 ഇഞ്ച് കറക്റ്റ് വരത്തക്ക രീതിയിൽ നമ്മളവിടെ ഒന്ന് സെക്യൂർ ആക്കി ഒരു സ്റ്റിച്ച് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടുത്തെ ആ ഒരു സ്ലിറ്റ് കറക്റ്റായിട്ടൊന്ന് ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കണം. ഇതിപ്പോൾ ഒരൊറ്റ മടക്കി നമ്മൾ തയ്ച്ചാൽ മതിയായിരുന്നു. കാരണം അതിൻ്റെ ആ ഒരു എഡ്ജ് ഭാഗമായിരുന്നു തുണിയുടെ. അതുകൊണ്ട് തന്നെ ഒറ്റ മടക്കിൽ തയ്ച്ചെടുക്കേണ്ട ആവശ്യമേ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളേ. അപ്പോൾ അതാ ഇതുപോലെ നമുക്കൊന്ന് സ്ലിറ്റ് തയ്ച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ആ സ്ലിറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ആ ഒരു സ്ലിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ആ ഒരു പടി അടിഭാഗത്തായിട്ട് പിടിപ്പിച്ചു കൊടുക്കാം. സ്ലിറ്റ് തയ്ച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പടി അടിയിൽ പിടിപ്പിച്ചെടുക്കുന്നത്. ഇനി പടിയുടെ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ചെടുക്കണം. അപ്പോൾ അകത്തേക്ക് പോകുന്ന പീസിലാണ് നമ്മളിതുപോലെ ആ ഒരു പതിച്ച് അടിച്ചെടുക്കുന്നത്. ഇനി ആ പടി അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ പിടിപ്പിച്ചെടുക്കണമേ. ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കസ്റ്റമർ ഇട്ടിട്ടുള്ള വീഡിയോ ഞാനിൻ്റെ അവസാനം ചേർക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ വേറെ ആരുമല്ല, എൻ്റെ അനിയത്തിയാണ് കസ്റ്റമർ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു പ്ലീറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. ജീൻസിനൊപ്പമൊക്കെ നമുക്ക് ഇട്ടാൽ നല്ല ഈ ചൂട് സമയത്ത് നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇത്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിതിൻ്റെ ആ ഒരു പ്ലീറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. സൈഡിലത്തെ സ്ലിറ്റൊക്കെ നമുക്ക് നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്.